അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരു കൂട്ടം ഫുഖറാക്കളായ സഹാബികൾ, അതായത് പാവപ്പെട്ടവരായ സഹാബികൾ പ്രവാചകന്റെ അടുക്കൽ പോയി പറഞ്ഞു, പ്രവാചകരെ, സമ്പന്നരായ ആളുകളെല്ലാം എല്ലാ പുണ്യങ്ങളും കൊണ്ടുപോയി. കാരണം അവർ നമ്മളെ കൂടെ നോമ്പ് നോക്കുന്നു, നമസ്കരിക്കുന്നു, എല്ലാ സർക്കലങ്ങളും ചെയ്യുന്നു. ഒപ്പം അതോടൊപ്പം അവരുടെ സമ്പത്ത് അവർ സദക്കയായും ദാനമായും ഒക്കെ അവർ ചെലവഴിക്കുന്നു. അതുകൊണ്ട് അവർ പുണ്യങ്ങൾ വാരിക്കൂട്ടി എന്ന് പ്രവാചകൻ കൊണ്ട് പറയുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഹീഹ് മുസ്ലിമിലെ ഹദീസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ പറഞ്ഞു, എല്ലാ തക്ബീറിലും തഹ്ലീലിലും തഹ്മീലിലും ഒക്കെ പുണ്യമുണ്ട്. അതായത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ സദക്കയാണ്. അതേപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇത് സദക്കയാണ്. അതേപോലെ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത്, അതും സദക്കയാണെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഇതെല്ലാം സദക്ക പോലെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ, ദിക്റിനെ കുറിച്ച് നമുക്കറിയാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുപോലെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായതെന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠമാണ് ദിക്റുകൾക്കും തക്ബീറുകൾക്കും തഹ്ലീലുകൾക്കൊക്കെ. ഇപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന ദിക്റിനെ കുറിച്ച് നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മീസാനിൽ കനമുള്ളത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളത്, മീസാനിൽ കനമുള്ളത്, അതേപോലെ നാവിന് എളുപ്പമുള്ളത്, അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് ധികരിപ്പിച്ചാൽ ഭയങ്കരമായ പ്രതിഫലമുണ്ട്. കാരണം മീസാനിൽ ഭയങ്കര തൂക്കായിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തക്ബീറുകൾ, ദിക്റും ഹംദും ദിക്റൊക്കെ നമ്മൾ ചെല്ലുന്നത് ഒരുപാട് പുണ്യമുണ്ട്, ജിഹാദിനേക്കാൾ പുണ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാം. അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇത് മനസ്സിലാവും. സഹാബികൾ അത്ഭുതത്തോടെ ചോദിച്ചു, പ്രവാചകരെ, നമ്മുടെ ദേഹേച്ഛകൾ, നമ്മുടെ ഹിച്ഛകൾ, നമ്മുടെ ആ ഹിച്ഛ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ നമ്മൾക്ക് പുണ്യമോ, അത് സദക്കയോ എന്ന് ചോദിക്കുക, അത്ഭുതത്തോടെ ചോദിക്കുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, അതെ, അത് സദക്കയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങളിത് മറ്റൊരു ഹറാമിലൂടെയാണ് ഹറാമിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയില്ലേ? അപ്പോൾ സഹാബികൾ പറഞ്ഞു, അതേ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഹലാലിലൂടെ പ്രവർത്തിക്കുമ്പോൾ, ആ നിങ്ങളുടെ ഹിച്ഛയെ ഹലാലിലൂടെ പൂർത്തീകരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രവാചകന്റെ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത്, ഭാര്യയുമായി സമയം ചെലവഴിക്കുന്ന പുണ്യമാണ്. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും കിറാമൻ കാത്തിബീൻ, സത്യസന്ധന്മാരായ മലക്കൾ, 83-ാം അധ്യായം എന്നാണ് ഓർമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല 89-ാം അധ്യായം വിശുദ്ധ ഖുർആനിലെ വചനം, അത് അവിടെ പറയുന്നത്, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള, നമുക്കറിയാമല്ലോ, മണിയറയിലുള്ള സംസാരങ്ങൾ, രീതികൾ, ആ നമ്മുടെ ചെറിയ ചെറിയ കൊഞ്ചലുകൾ, കൊയലുകൾ, ഇതൊന്നും രേഖപ്പെടുത്തപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അത് രേഖപ്പെടുത്തപ്പെടുകയില്ല എന്നാണ്. അത്രമാത്രം ഭാര്യ ഭർത്ത ബന്ധത്തിൽ നമുക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്കിത് തെളിയിച്ചു തരുന്നു. അതുപോലെ ഇത് വലിയ പുണ്യമായി പഠിപ്പിക്കപ്പെടുന്നു. അതുപോലെ ആ സമയത്ത് ചെല്ലുന്ന ദിക്റുകൾ പഠിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.